അസ്സലാമു അലൈക്കും. ഞാൻ മുബി. വെൽക്കം ടു മൈ ഫുഡ് പാരഡൈസ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു ചൈനീസ് ചിക്കൻ നൂഡിൽസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ബെല്ലൈക്കണും കൂടി കൊടുക്കാൻ മറക്കരുത്. ഇനി റെസിപ്പിയിലേക്ക് കടക്കാം. ഞാനിവിടെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കവും നീളത്തിലരിഞ്ഞത് വെച്ചിട്ടുണ്ട്. പകുതി സവോള നേരിയതായി നീളത്തിലരിഞ്ഞത്, സെലറി, അതുപോലെ ഒരു 3-4 ഗാർലിക്ക്, ഇത്രയും ഞാൻ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഉപ്പ് ആവശ്യത്തിന്, പെപ്പർ, 2 മുട്ട എടുത്തിട്ടുണ്ട്, ഒരു 3 ടേബിൾ സ്പൂൺ സോയാ സോസ്, ചിക്കൻ ഒരു 1/4 കിലോ ഞാൻ എടുത്തിട്ടുള്ളൂ. അത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വിനെഗറാണ്, ഒരു 1/4 ടീസ്പൂൺ മതിയാകും. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. നന്നായി വെള്ളം ഒഴിച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നൂഡിൽസ് നമുക്ക് ആഡ് ചെയ്യണം. നൂഡിൽസ് ആഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ വലിപ്പമുള്ള നൂഡിൽസാണ് എടുത്തിരിക്കുന്നത്. നന്നായി തിളച്ച് വരുമ്പം ഈ നൂഡിൽസിനെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ചെറിയ നൂഡിൽസും നമുക്ക് യൂസ് ചെയ്യാം, പക്ഷെ കൂടുതലും കാണാൻ ഭംഗിയും ടേസ്റ്റും വരുന്നത് വലിയ നൂഡിൽസ് ഇടുമ്പോഴാണ്. സോ ഈ നൂഡിൽസിനെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നന്നായി ഒന്ന് കുക്കാകാനായിട്ട് വെയിറ്റ് ചെയ്യാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് ഓവർ കുക്കാവാതെ നോക്കണം, ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇനി നമുക്കിതിനെ ഡ്രെയിൻ ചെയ്ത്, നല്ല ചൂടുണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളം, നോർമൽ വാട്ടർ 1 കപ്പ് നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതല്ല എങ്കിൽ ഈ ചൂട് കൊണ്ട് നമ്മുടെ നൂഡിൽസ് വീണ്ടും വെന്തു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിനെ മസാല റെഡിയാക്കിയെടുക്കാം. നമുക്കൊരു വോക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഇതുപോലത്തെ ഒരു പാൻ നന്നായി ചൂടാകുമ്പോൾ ഒരു 3-4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് 2 മുട്ട ആഡ് ചെയ്ത് കൊടുക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. അതിലേക്ക് കുറച്ച് സോൾട്ടും കുറച്ച് പെപ്പറും, ഒരു 1/4 ടീസ്പൂൺ മതിയാകും, ആഡ് ചെയ്ത് നന്നായി ഇതുപോലെ ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഒരു 15 സെക്കൻഡ് നമുക്കൊന്ന് സോട്ട് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ചോപ്പ് ചെയ്തിരിക്കുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സെലറി ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. മിഡിലായിട്ട് ജസ്റ്റ് റൗണ്ട് ഷേപ്പിൽ ഇളക്കി കൊടുത്താൽ മതി. ഇനി ചോപ്പ് ചെയ്തിരിക്കുന്ന ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കണം, കാരണം അതിനിത്തിരി വേവുള്ളത് കൊണ്ട് ജസ്റ്റ് 1 മിനിറ്റ് നമുക്കിതൊന്ന് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ ഇളക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ക്യാബേജും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ക്യാബേജ് ഇട്ടാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമ്മുടെ വെജിറ്റബിൾസ് ഒരു 80% കുക്കായാൽ മതി. കുറച്ച് ഉപ്പ്, 1 ടീസ്പൂൺ മതിയാകും, കാരണം സോയാ സോസ് ആഡ് ചെയ്യുമ്പോൾ അതിലും ഉപ്പുണ്ടാവും. ഇനി നന്നായി ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3-4 ടീസ്പൂൺ മതി, അതിൽ കൂടുതൽ സോയാ സോസ് ആഡ് ചെയ്യണമെന്നില്ല. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയ ശേഷം ഇതിലേക്ക് കുറച്ച്, അതായത് ഒരു 1/4 അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ വിനെഗർ, വൈറ്റ് വിനെഗറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതേപോലെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ബോൺലെസ് ചിക്കനാണ്, വേവിച്ചതാണ്. ഉപ്പും കുരുമുളക് പൊടി ഇട്ട് നമ്മൾ വേവിച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതാ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നൂഡിൽസ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ആ മസാലയൊക്കെ നൂഡിൽസിലേക്ക് കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് നമുക്ക് വരുന്നുണ്ട്. വാവ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ഡിഷായിരിക്കും. നല്ല കളർഫുള്ളാണ്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ കൂടി ആഡ് ചെയ്യാം, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. പൊട്ടറ്റോസ് വേണമെങ്കിൽ വറുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്.
ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ആണ്. ഒരു തവണയെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത ശേഷം കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.